ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. എല്ലാവരുടെയും ന്യൂ ഇയറൊക്കെ എങ്ങനെ പോകുന്നു? എൻ്റെതിങ്ങനെ ഓക്കെ ആയി പോകുന്നു. ഈ വർഷം മുഴുവനും അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഡാഡുവിൻ്റെ ഫുഡ് റൊട്ടീൻ കാണിക്കാനാണ്. അതായത് ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, അവർ കഴിക്കുന്ന രീതികളും വ്യത്യസ്തമായിരിക്കാം. അപ്പം ഞാനിന്ന് വിചാരിച്ചു ഡാഡുവിൻ്റെ ഫുഡ് റൊട്ടീൻ ഒന്ന് കാണിച്ചാലോ ഒന്ന്. അതായത് അവൻ്റെ രീതികൾ. അവന് ഞാനൊരു 5 ടൈംസാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവൻ്റെ ഫുഡ് റൊട്ടീൻ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാഡുവിൻ്റെ ഫുഡ് റൊട്ടീനാണ്. അവനിപ്പോൾ 11 മന്താണ്. ഈ മാസം 25th ആകുമ്പോൾ അവന് 1 വയസ്സാവും. അപ്പോൾ ഡാഡുവിൻ്റെ ഫുഡ് റൊട്ടീൻ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ അതാണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്. അവൻ രാവിലെ ഏകദേശം ഒരു 9:30, 9:45 ആ സമയത്തേക്കാണ് എണീക്കാറുള്ളത്. അപ്പോൾ തന്നെ ഞാൻ അവൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഡയപ്പറൊക്കെ മാറ്റി കൊടുക്കൊണ്ടിരുത്തും. എൻ്റെ ഒരു 10 മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ആദ്യം കണ്ടിട്ട് വരാം. ഇന്ന് ഡാഡുവിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡലിയും സാമ്പാറും. അതുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് ഡാഡുവിന് വേണ്ടി അമ്മ ഇപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഒരു ഇഡലിയും അതുപോലെ കുറച്ച് സാമ്പാറും എടുത്തിട്ടുണ്ട്. കറിയേക്കാളും കൂടുതൽ വെജിറ്റബിൾസാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഡാഡു രാവിലെ തന്നെ ഫ്രഷ് ആയി ഇരിപ്പുണ്ട്. എന്നെ കണ്ടത് അവൻ്റെ മുഖം അങ്ങ് മാറി, അവൻ കാര്യം മനസ്സിലായി. ഞാൻ കുറച്ച് ഇഡലിയും അതുപോലെ കുറച്ച് വെജിറ്റബിളും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ച് അവൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു. അത് കുട്ടികൾ അങ്ങനെയാണല്ലോ, നമ്മളവരെ വശീകരിച്ച് കൊടുക്കാൻ ശ്രമിക്കണം. നിർബന്ധിച്ച് കൊടുക്കാൻ പാടില്ല. ഞാൻ നിർബന്ധിച്ചൊന്നും കൊടുക്കാറില്ല. അങ്ങനെ ഇന്ന് അവൻ ഫുള്ളും കഴിച്ചിട്ടുണ്ട്. ഇഡലിയും സാമ്പാറും ആണെങ്കിൽ മാത്രമേ അവൻ ഇങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം അവൻ അവിടെ കിടന്ന് കളിക്കും. പിന്നെ കളി ടൈമാണ്, വിളയാട്ടമാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 12 മണി, അതായത് ഒരു 11:30 കഴിയുമ്പോൾ 11:30 ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവന് നമ്മൾ കുറുക്ക് കൊടുക്കും. ഞാൻ മാറ്റി കൊടുക്കാറുണ്ട്. ഏത്തയ്ക്ക, റാഗി അങ്ങനെ ചേഞ്ച് ചെയ്ത് ടേസ്റ്റ് വ്യത്യാസം വരുത്തി ഷുഗർ ആഡ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് കൊടുക്കും. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് ഉറക്കും. അതാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇന്ന് അവനിങ്ങനെ ഉച്ചയ്ക്കല്ല കൊടുക്കുന്നത്, 12 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കുന്ന അവൻ്റെ ഒരു മിഡ് മീൽ എന്നൊക്കെ പറയാം. ചോറ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ ഡാഡുവിന് ഏത്തയ്ക്ക കുറുക്കാണ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഞാൻ നേരത്തെ ഷുഗർ എന്ന് പറഞ്ഞത് പനങ്ങൽക്കണ്ണിനെ ഉദ്ദേശിച്ചാണ്. അത് എപ്പോഴും കൊടുക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഇന്നത്തെ റുട്ടീനാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വ്യത്യസ്തമായി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഡ്രസ്സ് മാറ്റിക്കാറുണ്ട്. ഇതിപ്പോൾ പുറത്ത് പോകാൻ റെഡി ആയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അവന് ഞാൻ ലഞ്ച് കൊടുക്കാൻ പോവുകയാണ്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞാൻ പറഞ്ഞില്ലേ കുറുക്കൊക്കെ കഴിച്ചതിന് ശേഷം അവൻ കുറച്ച് നേരം ഉറങ്ങാറുണ്ട്. റെയറായിട്ട് എണ്ണീറ്റാൽ ഉറങ്ങാത്തൊരു കുട്ടിയാണ് ഡാഡു. അവൻ രാവിലെ എണീറ്റ് രാത്രിയേ ഉറങ്ങാറുള്ളൂ. അതിനിടയ്ക്ക് ഇടനേരം ഉറങ്ങിയാലായി, ഉറങ്ങിയില്ലെങ്കിലായി. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങിയാലും ഇല്ലെങ്കിലും അവന് ഞാൻ ലഞ്ച് കൊടുക്കാറുണ്ട്. ലഞ്ചിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാൻ കറികളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ച് കാണാം. ഇന്ന് സാമ്പാർ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിലധികം വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിലുള്ള വെജിറ്റബിൾസാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റോ അതുപോലെ പൊട്ടറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അവനിങ്ങനെ എഗ്ഗ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അവൻ എഗ്ഗ് കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി എഗ്ഗ് കൊടുക്കൽ നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലഞ്ചും വിജയകരമായി കഴിഞ്ഞു. ലഞ്ചൊക്കെ കഴിഞ്ഞു. ഒരു 5 മണിയാകുമ്പോഴത്തേക്കും അവനിങ്ങനെ സ്നാക്സ് കൊടുക്കാറുണ്ട്. സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സാണ് കൊടുക്കാറുള്ളത്. ഏത്തപ്പഴം മുഴുങ്ങിയത് അങ്ങനെ ഇങ്ങനെ എനിക്ക് അപ്പം എന്താണ് തോന്നുന്നത് അത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്നാക്സ് എന്താണെന്ന് കാണാം. ഇതാണ് ഡാഡുവിൻ്റെ ഫ്രൂട്ട് ബാസ്ക്കറ്റ്. ഇതിൽ അവനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ നിന്ന് ഒരു ഓറഞ്ച് കിട്ടി. ബാക്കി എല്ലാ ഓറഞ്ചും ഞാൻ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഓറഞ്ച് കൊടുക്കാമെന്ന്. പിന്നൊരു കാര്യം, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ പലയിടത്തു നിന്നും പല സജഷൻസ് നമുക്ക് വരും, ഒരുപാട് സജഷൻസ് വരും. അപ്പം നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഡോക്ടർ എന്താണോ പറഞ്ഞത് അതനുസരിച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. ഓറഞ്ച് അവന് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്. പിന്നെ എല്ലാ ഫ്രൂട്ട്സും കഴിച്ച് ശീലിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഓറഞ്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ അകത്തുള്ള കുരു എടുത്ത് മാറ്റിയിട്ട് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ അവൻ അതിൻ്റെ ജ്യൂസ് അങ്ങ് വലിച്ചു കുടിച്ചോളും. അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ ഗായ്സ്, എൻ്റെ റൂം കുറച്ച് അലമ്പായി കിടക്കുന്നുണ്ട്. അത് സാധാരണഗതിയിൽ ഞാൻ വൃത്തിയാക്കി വെക്കാറുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വന്നതിൻ്റെ ഒരു എഫക്റ്റിലാണ് ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഡാഡു അവൻ്റെ ഓറഞ്ച് മുഴുവനും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ രാത്രി ആയിട്ടുണ്ട് ഗായ്സ്. കണ്ടു ബാക്ക്ഗ്രൗണ്ടിൽ ഞാനും കിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ രാത്രി ഡാഡുവിന് ഫുഡ് കൊടുക്കാൻ ടൈമായി. അവന് ഞാനൊരു 8-8:30 ആ സമയത്താണ് രാത്രിയുള്ള ഫുഡ് കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ കണക്ക് കുറുക്കാണ്, ഏതെങ്കിലും ഒരു കുറുക്ക് കൊടുക്കും. അപ്പം നമുക്ക് ഇന്നത്തെ കുറുക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാം. ഇന്ന് രാത്രിയും ഡാഡുവിന് ഏത്തയ്ക്കാക്കുറുക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം റാഗി വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. രാവിലെ നെയ്യ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം കാരണം അവർ കുടിച്ചോളും. കുറുക്കും റെഡി ആയിട്ടുണ്ട്. ഇതേ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഡാഡുവിന് ഇന്ന് നേരത്തെ ഉറക്കം വരുന്നുണ്ട്. കാരണം അവൻ എണീറ്റതിന് ശേഷം ഉറങ്ങിയിട്ടേയില്ല. അതിൻ്റെ ക്ഷീണത്തിലാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെ കുറുക്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മ അവൻ്റെ പുറമൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ഉറക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും അടിപൊളി കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വഴിയെ കാണാം. അതുവരെ ഓക്കെ, ബൈ.